ഹായ് ഫ്രണ്ട്സ്, പ്രിയ സെൻസറി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാം, കുറച്ച് കോഴി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇവിടെ എനിക്ക് ഒരുപാട് കോഴികളുണ്ട്. അപ്പോൾ അവരുടെ കുറച്ച് വിശേഷങ്ങൾ, ഈ ചൂട് സമയമല്ലേ, ചൂട് സമയത്ത് കോഴികൾക്ക് തണുപ്പിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കണം, അതുപോലെ തന്നെ കോഴിപ്പേൻ വരാതിരിക്കാൻ എന്ത് ചെയ്യണം, അതുപോലെ പനി വന്ന് ചത്തുപോകുന്നതിന് എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം, പനി വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം, അതുപോലെ പനി വന്ന് എൻ്റെ കോഴികൾ ചത്തുപോയോ ഇല്ലയോ, അതേപോലെ തന്നെ മറ്റു കുറച്ച് കാര്യങ്ങൾ, കോഴികൾക്കുണ്ടാകാവുന്ന വിരശല്യത്തെ പറ്റി, അങ്ങനെ വളരെ അധികം കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരും. മെയിനായിട്ട് ഞാൻ പറയാൻ ഫോക്കസ് ചെയ്യുന്നത് കോഴിപ്പേൻ, അതായത് നമ്മുടെ കോഴികൾക്കുണ്ടാക്കുന്ന ചൂട് സമയത്ത് ഒരുപാട് കോഴികൾ ഉള്ളിടത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് കോഴിപ്പേൻ. അപ്പോൾ കോഴിപ്പേൻ വരാതിരിക്കാൻ എന്ത് ചെയ്യണം, അതിനുള്ള പ്രതിവിധി, അതായത് നാട്ടുമരുന്നുകൾ, കാര്യങ്ങൾ, അതൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനും അതൊന്ന് കാണിച്ചു തരാനും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ഒക്കെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എൻ്റെ ഈ കുഞ്ഞു ചാനലിനെ നിങ്ങൾ ഓരോരുത്തരുമാണ് വളർത്തുന്നത്. നിങ്ങൾ എഴുതിയിടുന്ന ഓരോ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ എനിക്ക് വളരെയധികം സന്തോഷം വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ശ്രമിക്കും. കോഴിപ്പേന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് മരുന്നുകളെ പറ്റി, കുറച്ച് മരുന്നല്ല, ഒരു നാട്ടുമരുന്ന്, അതെന്താണെന്ന് ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ പറയാം. ബാക്കി കാര്യങ്ങൾ പിന്നീട് വിശദമായിട്ട് പറഞ്ഞു പോകാം. കിട്ടാൻ വേണ്ടി പോയതാ. ദാണ്ട ഈ പുല്ല് നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിലുണ്ടോ? ഇതിൻ്റെ പേരാണ് കാളപ്പുല്ലെന്ന് പറയും, നമ്മളിവിടെയൊക്കെ പറയും കാളപ്പുല്ല്. ശ്രദ്ധിച്ച് നോക്കിയോണം, പല ടൈപ്പ് ഇങ്ങനത്തെ പുല്ലുകളുണ്ട്. നിങ്ങൾ ഇതിങ്ങനെ പിടിച്ചിട്ടിങ്ങനെ ഒടിച്ചിട്ടിങ്ങനെ മണത്ത് നോക്കണം. ഇങ്ങനെ മണക്കുമ്പം നല്ലൊരു എന്താ പറയുക, യൂക്കാലിയാസ് ടൈപ്പ് ഓഫ് ഒരു മണം വരും ഈ പുല്ല്. മറ്റ് സാധാരണ പുല്ല് നമ്മളിങ്ങനെ മണപ്പിച്ച് നോക്കുമ്പോൾ, സാധാരണ ആ പുല്ല് മണപ്പിച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ, വലിയ മണമൊന്നും നമുക്ക് തരത്തില്ല. പക്ഷേ ഇത് തണ്ടിനും ഇതിൻ്റെ ഇലയ്ക്കൊക്കെ നല്ല മണമാണ്. ഇതിൻ്റെ തണ്ടാണ് മെയിനായിട്ട് എടുക്കേണ്ടത്. ഈ ഇലക്കായാലും കൂടുതൽ തണ്ടെടുക്കുക. ഇത് ആട്ടുകല്ലിലോ ഒരകല്ലിലോ വല്ലതും ഇട്ട് ചതച്ച് ഇതിൻ്റെ നീര് നമ്മുടെ കോഴിപ്പേനുള്ള കോഴികളെ നോക്കിയിട്ട്, കോഴിപ്പേൻ വരാതിരിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റും. കോഴിപ്പേൻ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കോഴികളെ ഈ വെള്ളത്തിൽ, ഇത് ചതച്ചിട്ട് വെള്ളത്തിലൊന്ന് പിടിച്ച് മുക്കി വിട്ടാൽ മതി. കണ്ണും പിന്നെ മൂക്കും മുക്കരുത്, ബാക്കി ഭാഗം മൊത്തം ഇങ്ങനെ ഒന്ന് കഴുത്ത് വരെ ഒന്ന് മുക്കി വെച്ച് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ കോഴിപ്പേൻ പൂർണ്ണമായും, ഞാൻ ഉറപ്പ് പറയുന്നു, ഞാൻ ഈ കാണിച്ചു തന്നിരിക്കുന്ന ഈ ഒറിജിനൽ പുല്ലാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ കോഴിപ്പേൻ പോയിരിക്കും. അതുപോലെ തന്നെ ഇത് തല്ലി ചതച്ചിട്ട് നമ്മുടെ കൂടിൻ്റെ പരിസരത്തും കൂട്ടിലും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കോഴിപ്പേന് ഏറ്റവും നല്ല ഒരു മരുന്നാണ് ഈ കാളപ്പുല്ലെന്ന് പറയുന്നത്, ഈ പുല്ല്. അപ്പോൾ ഞാൻ ഇതിവിടെ ചതച്ച് എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ കോഴികൾക്കൊന്നും ഇല്ല കോഴിപ്പേൻ, എന്നാലും ഇതൊക്കെ, ഈ അറിവുകളൊക്കെ എനിക്ക് ഇവിടുത്തെ അമ്മ പറഞ്ഞു തരുന്ന കേട്ടോ. ഇതൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ കോഴികൾ തിങ്ങി നിൽക്കുന്നതുകൊണ്ട് അമ്മ എന്നോട് പറഞ്ഞു, മോനെ ഇന്ന പോലെ കോഴിപ്പേൻ, ഇപ്പം ചൂട് സമയമല്ലേ, കോഴിപ്പേൻ വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഇട്ട് ചതയ്ക്കാനുള്ള ഇതിനെ ഞാൻ എന്ത് ചെയ്തറിയാം, ചെറുതായിട്ട് കണ്ടിച്ച് ഇതിങ്ങനെ എന്താ പറഞ്ഞേ, പിന്നെ ഇത് കണ്ടോ, കാണാൻ പറ്റുമോ? കണ്ടോ, ഇതിങ്ങനെ ചെറുതായിട്ടൊക്കെ കണ്ടിച്ചിട്ട് ഞാൻ മിക്സിയിലിട്ട് ഇങ്ങനെ അരച്ച് ചതച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഡൈല്യൂഷൻ പോലെ കിട്ടും. ഒരു വെള്ളം ചതച്ച് കഴിയുമ്പോൾ അതിൻ്റെ നീരെല്ലാം കൂടെ എടുത്ത് എന്തോ മണമാണെന്നറിയോ, നല്ല മണമാണ് കേട്ടോ, നല്ല മണം. നമ്മുടെ കൂടിൻ്റെ ഈ ഭാഗത്തൊക്കെ ചതച്ച് ഇതിൻ്റെ നീര് നമ്മൾ കോഴിക്കൂടിൻ്റെ പരിസരത്തും ഒഴിച്ചു കൊടുക്കുക. അതുപോലെ കോഴിപ്പേൻ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോഴിയെ നമ്മളുടെ ഇതിനകത്ത്, ഈ വെള്ളം ഒരു ബക്കറ്റിനകത്ത് ഇതിങ്ങനെ ചതച്ചിട്ടിട്ട്, ഈ ആട്ടുകല്ലോ ഒരകല്ലോ ഉള്ളവർക്കാണെങ്കിൽ അതിൽ ചെയ്യാം. അല്ലാതെ അത് സജ്ജീകരണം ഇല്ലാത്തവർക്കാണെങ്കിൽ ചെറുതായിട്ട് കണ്ടിച്ച് മിക്സിയിലിട്ടിട്ട് അടിച്ചാൽ മതി. ഞാനിത് അങ്ങനെയാണ് ചെയ്തത്, ചെറുതായിട്ട് കണ്ടിച്ച് മിക്സിയിലിട്ട് അടിക്കുമായിരുന്നു ചെയ്തത് കേട്ടോ. അപ്പം ഇത് കണ്ടിച്ച് ഇങ്ങനെ ഇട്ട് അടിച്ചെടുത്തിട്ട് ഇത് ബക്കറ്റിനകത്ത് വെള്ളത്തിലെടുത്തിട്ട് കോഴിയെ ഒന്ന് മുക്കി വിട്ടാൽ മതി. ഒരു കാരണവശാലും കണ്ണും മൂക്കും മുക്കരുത്. തല ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ബാക്കി ഭാഗം ഒന്ന് മുക്കി, രണ്ടെണ്ണം മുക്കി അങ്ങ് വിട്ടാൽ മതി. കോഴിപ്പേൻ പൂർണ്ണമായിട്ടും ഉറപ്പായിട്ടും പോകും. പിന്നെ
പനി. അത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയൊക്കെ കേട്ടോ. കാരണം കോഴികളൊക്കെ തൂങ്ങി നിൽക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തൊക്കെ വെച്ചു. എന്താണെന്നറിയാമോ, 2 കോഴി തൂങ്ങി നിൽക്കുമായിരുന്നു. എൻ്റെ ശ്രദ്ധക്കുറവിൽ പറ്റിയതാണ് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചില്ല. 2 ദിവസം കോഴി അമ്മ അഴിച്ചു വിടാനൊക്കെ പോയി. അപ്പോൾ വലുതായിട്ട് അമ്മയെ ശ്രദ്ധിച്ചില്ല. അമ്മ പെട്ടെന്ന് അഴിച്ചു വിട്ട് തീറ്റ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പോന്നു. ഇവർ തീറ്റ എടുത്തില്ലയോ എന്നൊന്നും ശ്രദ്ധിച്ചില്ലെന്നേ 2 കോഴി ചത്തുപോയി. ബാക്കി ഉള്ളതുങ്ങളാണെങ്കിൽ 2 എണ്ണത്തിന് പനിയായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഇപ്പം പനിയായി നിൽക്കുന്നെങ്കിൽ അതുങ്ങൾക്ക് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അതുങ്ങൾ ഇതുവരെ ചത്തിട്ടില്ല. കാരണം ഈ ചൂട് സമയത്ത് അതേസമയം BB380 കൂട്ടിൽ കിടക്കുന്ന കോഴികൾക്ക് ഒരു കുഴപ്പമില്ല. അഴിച്ചു വിട്ടിങ്ങനെ ഇറങ്ങി നടക്കുന്ന കോഴികൾക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത് നമ്മുടെ പരിസരത്തുള്ളതൊക്കെ കൊത്തിപ്പറക്കി തിന്നുകയും എടുക്കുകയും എല്ലാം അഴുക്കും മുഴുക്കും തിന്നുകയും ചെയ്യും. എന്തെങ്കിലും കാരണത്താലായിരിക്കും. അതേപോലെ തന്നെ മൃഗാശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. നമ്മൾ മൃഗാശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നമ്മൾ പുറത്തൊക്കെ പോയിട്ടാണേലും ഉള്ളിലോട്ട് ചെല്ലുന്നതല്ലേ, പനി നമുക്കുണ്ടെങ്കിലും കോഴികൾക്കും പകരം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പൊട്ടാസ്യം വല്ലതും ഇട്ട് കൈയൊക്കെ കഴുകിയിട്ട് നമ്മുടെ ഫാമിനകത്ത് കയറാവും. ഞാൻ പറഞ്ഞു, ഫാം പോലൊന്നും അല്ല, ഒരു ചെറിയൊരു ഇതിലാണ് ഞാൻ ചെയ്യുന്നത് പറഞ്ഞപ്പോൾ, അങ്ങനെയാണേലും കുറച്ചൊക്കെ ശ്രദ്ധിക്കുക. പൊട്ടാസ്യം ഒക്കെ ഇട്ടൊന്ന് കൈയൊക്കെ കഴുകിയിട്ട് മുഖമൊക്കെ കഴുകിയിട്ട് കൈയും മുഖമൊക്കെ കഴുകണം. പൊട്ടാസ്യം ഉപയോഗിച്ച് കൈ കഴുകണം എന്നാ പറഞ്ഞ കേട്ടോ. മുഖത്ത് പൊട്ടാസ്യം ഇടാൻ എന്നോട് പറഞ്ഞില്ല. അപ്പം കൈ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടൊക്കെ കയറ്. അതുപോലെ തന്നെ മാസ്ക് ധരിച്ചിട്ട് കയറാൻ പറഞ്ഞു കോഴികളുടെ അടുത്ത്. നമ്മൾക്കുള്ള അസുഖങ്ങളും കോഴികൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് പനിയൊക്കെ നമ്മളിൽ നിന്നും അണുക്കൾ ഇതിലേക്ക് പകരും. ഇത് ഭയങ്കര എന്ന് വെച്ചാൽ ഈ കോഴികളൊക്കെ അല്പ പ്രാണികളല്ലേ, നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ഇരിക്കും. എൻ്റെ കുഞ്ഞു അറിവുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. അപ്പം നിങ്ങൾ ഓർക്കില്ലയോ ഇതെന്തൊക്കെയായി പറയുന്നത് എന്ന് ചിന്തിക്കല്ലേ. എൻ്റെ കുഞ്ഞു അറിവുകൾ ഞാൻ ഓരോരുത്തർക്ക് പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന അറിവുകളും ഒക്കെയാണ് ഞാൻ ഈ പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡോക്ടറാണ് എന്നോട് പറഞ്ഞ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ട് വരുന്ന ചെരുപ്പുകളൊക്കെ ഇട്ടുകൊണ്ട് അതുങ്ങളുടെ അടുത്ത് പോകാതിരിക്കുക. നമ്മൾ ഫാമൊക്കെ ആണെങ്കിൽ കുറേ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഇത് വലിയ ഫാം പോലൊന്നും ആയിട്ടില്ല. ഭാവിയിൽ ഞാൻ നല്ലൊരു ഫാമൊക്കെ പണിയും കോഴികളൊക്കെ എനിക്ക് ഒരുപാടാക്കും. അങ്ങനെയൊക്കെയുള്ള ആഗ്രഹത്തോട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതായത് കേട്ടോ. അപ്പം ഇപ്പം കുറച്ച് പേരേ ഉള്ളൂ, ഒരു 10-70 പേരേ എനിക്കുള്ളൂ. ഇവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവർ 2 പേര് ചത്തുപോയി, 2 പേർക്ക് പനിയായിട്ട് നിൽക്കുന്നു. പനി എന്ന് വെച്ചാൽ സീരിയസ് കേസ് അല്ല. ഇപ്പോൾ ആ 2 പേർക്ക് ഞാൻ തുടക്കത്തിലേ കണ്ടുകൊണ്ട് അവർക്ക് മരുന്നൊക്കെ കൊടുത്തു. നമ്മുടെ മൃഗാശുപത്രി നമ്മളെ നല്ല സപ്പോർട്ടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻസ് ആയാലും മെഡിസിൻസ് ആയാലും എല്ലാം ഇപ്പോൾ ഇരിക്കുന്ന ഡോക്ടർ ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ. നല്ലൊരു ഡോക്ടറാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അവിടുത്തെ ഇരിക്കുന്ന സ്റ്റാഫ് ചേച്ചിമാരൊക്കെ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മളൊരു ആവശ്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ അവഗണിക്കുക അങ്ങനെയൊന്നുമില്ല. അവർ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുകയും നമുക്ക് ആവശ്യമുള്ള മെഡിസിൻസൊക്കെ അവിടെ നിന്ന് കിട്ടുകയും. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല, മൃഗാശുപത്രിയിൽ പോയി മെഡിസിൻസ് ഒന്നും വാങ്ങാൻ നിൽക്കാറില്ല. കൂടുതലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര നഷ്ടമാണ്. മെഡിക്കൽ സ്റ്റോറുകളിൽ ചെന്ന് നമ്മൾ മരുന്നുകൾ മേടിക്കുമ്പോൾ, കോഴിക്കുള്ള മരുന്നുകൾ നമ്മൾ മേടിക്കുമ്പോൾ അതിനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. മൃഗാശുപത്രി നല്ല സപ്പോർട്ടായതുകൊണ്ട് നമുക്ക് ചെല്ലാനൊരു ഹാപ്പിനെസ് തോന്നുന്നുണ്ട്. അവർ നല്ല ഇതാണ്. എനിക്ക് നല്ലത് നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ അവരെ പറ്റി പറയണമെന്നല്ലേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കോഴിക്ക് പനി വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഇതിനു മുമ്പേ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ, ചെറിയൊരു നാട്ടുമരുന്നാണ്. നിങ്ങളതൊന്ന് കൊടുത്തു നോക്ക്. ഞാനതൊക്കെ കൊടുത്താൽ പിടിച്ച് നിർത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ ഞാൻ ഈയിടെ ശ്രദ്ധിച്ചില്ല. കുറച്ച് ദിവസം സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബിൻ്റെ പുറകെ അങ്ങ് പോയി. ഉള്ള കാര്യം പറയാമല്ലോ, ലൈവ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് കോഴികളെ ഒന്ന് ശ്രദ്ധിക്കാൻ പോകാതെ യൂട്യൂബേന്ന് പറഞ്ഞ് പോയപ്പം എനിക്ക് നല്ല നഷ്ടം സംഭവിച്ചു കേട്ടോ. എൻ്റെ കോഴികളൊക്കെ ശ്രദ്ധക്കുറവിൽ ഓരോന്നൊക്കെ സംഭവിച്ചു. അപ്പം ഞാനിപ്പം യൂട്യൂബിൽ ശ്രദ്ധിക്കുന്നില്ലെന്നല്ല, എൻ്റെ ചാനലൊക്കെ ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും ഞാൻ തിരിച്ച് ഇവരിലേക്ക് തന്നെ വരാൻ തുടങ്ങി. എൻ്റെ ചീര അവിടെ നിൽപ്പുണ്ട്. ഇവരെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അത് മൊത്തം കൊത്തിപ്പറിച്ചതിന് ഞാൻ ഇപ്പോൾ ഓടിച്ചിട്ട് വരട്ടെ. ഈ കോഴികളെല്ലാം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് തന്നെ ഞാൻ പറഞ്ഞില്ലേ മൃഗാശുപത്രിയിൽ നിന്ന് മരുന്ന് കിട്ടിയെന്ന്, അതിങ്ങനെ ഇട്ട് ഇളക്കി കോഴിത്തീറ്റ് കെട്ടിട്ട് ഇളക്കി ഞാൻ വെച്ചേക്കാം. അവർക്ക് ഇട്ട് കൊടുത്തിട്ട് വരട്ടെ. ഇല്ല, എൻ്റെ ചീരത്തൈ മൊത്തം അതുങ്ങൾ കൊത്തിപ്പറിച്ച് തിന്നു. ഞാൻ ഇപ്പം വരാവേ. ഞാൻ പനിയുടെ മരുന്ന് മിക്സ് ചെയ്തവർക്ക് കൊണ്ട് കൊടുത്തു കേട്ടോ. അത് തിന്നു എല്ലാവരും കൂടെ. കുറേ പേര് ഞാൻ കാണാൻ തക്കത്തിന് വെളിയിൽ ചാടി പോയിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് തന്നെ തക്കത്തിന് അവർ കുറേ പേര് വെളിയിൽ ചാടി പോയിട്ടുണ്ട്. പക്ഷേ ഈ നടന്ന് വെളിയിൽ അയച്ചു വിട്ട് നിൽക്കുന്നവർക്കേ ഉള്ളൂ പനി കേട്ടോ. അല്ലാതെ വേറെ ആർക്കും ഇല്ല. അവർക്ക് മരുന്ന് ഒഴിച്ചുള്ള കോഴിത്തീറ്റ കൊടുത്തിരിക്കുക. വെള്ളത്തിൽ കൊടുത്താലുണ്ടല്ലോ എല്ലാവരും വെള്ളം കുടിക്കണമെന്നില്ല. തീറ്റയാകുമ്പോൾ തീറ്റ ഇട്ട് ഇളക്കി കൊടുക്കുവാണെങ്കിൽ അതങ്ങ് കഴിച്ചോളും.
അപ്പം എനിക്ക് പറയാനുള്ള കാര്യം, ഈ കോഴിയൊക്കെ വളർത്തുന്നവരുണ്ടല്ലോ, ഒരു ദിവസം പോലും അവരെ ശ്രദ്ധിക്കാതിരിക്കരുത്. എനിക്ക് പറ്റിയ അബദ്ധം ആർക്കും പറ്റരുത്. ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താം എൻ്റെ മറ്റ് 2 കോഴികൾ ചത്തുപോയതും 2 കോഴികൾ തൂങ്ങി നിൽക്കുന്നതും ഞാൻ കാണിക്കാതെ ഇവരുടെയൊക്കെ അടുത്തുനിന്ന് മാറ്റി ഞാൻ ദൂരെ കൊണ്ടുപോയി അവർക്കൊരു സജ്ജീകരണം ഒരുക്കി അവരെ 2 പേരെ മാറ്റി നിർത്തിയേക്കുക. ഇവരെ കൂടെ നിർത്തിയില്ല, കാരണം പെട്ടെന്ന് സ്പ്രെഡ് ആകും. അതുകൊണ്ട് ഞാൻ പനി വരാതിരിക്കാൻ നമ്മൾ മുൻകരുതൽ എടുക്കണമെന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. ആടലോടകം മരുന്ന് അതെങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതുപോലെ ഉണ്ടാക്കി ഒന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും ഇവർക്ക് പനിയൊന്നും വരില്ല. നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ഇരിക്കും. എൻ്റെ ശ്രദ്ധക്കുറവിലാണ് എൻ്റെ 2 കോഴി ചത്തുപോയത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഇത്തിരി തീറ്റയോടൊപ്പം മിക്സ് ചെയ്ത് കൊടുത്താൽ പനിയൊന്നും വരാതിരുന്നോളും. അപ്പോൾ ആടലോടകത്തിൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് എടുത്ത് കണ്ടു നോക്കുക കേട്ടോ. അത് നല്ലതായിരിക്കും, നല്ലൊരു വീഡിയോ ആണത്.